ആക്ച്വലി ഐ എം 47 years old. പ്രായം പറയണത് എനിക്ക് ഒരു മടുപ്പില്ല. അത്രയും വലിയൊരു മോന്റെ അമ്മ തന്നെയാണ് റിയൽ ലൈഫിലും. എനിക്ക് 21 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പൊ ഇവിടെ ആക്ച്വലി ഇവര് പറയും, എന്റെ മക്കളും പറയും, എല്ലാ സെറ്റിലുള്ളവരും പറയും ഞാൻ സന്തൂർ മമ്മിയാണെന്ന്. പക്ഷെ അതൊരു കോംപ്ലിമെന്റ് തന്നെയാണ്. അത് പോസിറ്റീവായിട്ട് തന്നെ. ഇപ്പം ചില ഫ്രെയിംസിൽ എനിക്ക് ആക്ച്വലി എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് മുടി ഒരിക്കലും അഴിച്ചിടാൻ ഇവർ സമ്മതിക്കില്ല. മാക്സിമം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ പിള്ളേരെ ആയിട്ട് നിൽക്കുമ്പം യൂട്യൂബിലൊരു ഇതും വന്നു കേട്ടോ, രൂപ മക്കളെ കാട്ടിയും ചെറുപ്പം. കണ്ടുവല്ലേ? അല്ല, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോ ആദ്യമായി കേൾക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, അപ്പൊ അതുകൊണ്ട് ഇവര് മുടി ഒരിക്കലും, എനിക്ക് എന്റെ കോ ആക്ടറാണല്ല ബീന ഇതിലൊരു ക്യാരക്ടർ ബീന ആന്റണി ചെയ്യുന്നുണ്ട്. അപ്പൊ ബീന ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നല്ല ഭയങ്കര ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്തു വരുമ്പോ ഞാനിങ്ങനെ ഭയങ്കര ആരാധനയോടുകൂടി നോക്കിയിരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. എങ്ങാനും ഒരു സമയത്ത് മുടി കഴിക്കാൻ പറയും ഡയറക്ടർ പറയും വേണ്ട അത്, അല്ലെങ്കിൽ വേറെ ഇവിടുന്ന് പറയും മുടി കെട്ടി വെച്ചോളൂ. അപ്പം ഇതൊരു പാറ്റേൺ ആയി. ചേട്ടാ, ഇങ്ങനെ ഇത്ര സുന്ദരിയായ ഒരു ഭാര്യ യഥാർത്ഥ ജീവിതത്തിലെ ഭാര്യ ഇതിനേക്കാൾ സുന്ദരിയാ. ഓ മൈ ഗോഡ്, തിരിച്ച് ചേട്ടന് വീട്ടിൽ പോകേണ്ടതുണ്ട് എനിക്ക് ഉറപ്പായി. എനിക്കും ഇതുപോലെ, എനിക്കും ഒരു മോനുണ്ട് ഒരു മോളുണ്ട്. മോൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ എന്തെങ്കിലും അഭിനയിക്കുന്ന ശ്വേതയുടെ പ്രായമുണ്ട്. മകനാണെങ്കിൽ അത്ര പ്രായമില്ലെങ്കിലും അതിനേക്കാളും അവൻ +1 പഠിക്കണം മോനും. അപ്പൊ നമുക്ക് ഈ ക്യാരക്ടർ വന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ മക്കളോടുള്ള സ്നേഹം ഞാൻ എത്രമാത്രമാണെന്നുള്ളത് എന്റെ മക്കൾക്കറിയാം. അപ്പൊ അതെനിക്ക് ഇവിടെ ശരിക്കും പ്രസന്റ് ചെയ്യാൻ പറ്റി. എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായി ഈ സീരിയലിൽ നിന്ന് കിട്ടി. ഇന്ന് ചേട്ടന് ഭയങ്കര സമാധാനമായിട്ട് വീട്ടിൽ പോകാൻ പറ്റും ചേട്ടാ. ഈ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഭാര്യനെ വിളിച്ചിരുത്തി കാണിക്കണം കേട്ടോ. സുന്ദരിയാണെന്ന് പറഞ്ഞില്ലേ? സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പറയണ്ട, അല്ല സ്ട്രെസ് വളരെ ഇങ്ങനെ കോട്ടിന് പറഞ്ഞേക്കാണ്. നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഭാര്യ സുന്ദരിയാണ് സുന്ദരിയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്റെ കാഴ്ചപ്പാടിൽ എന്റെ ഭാര്യ സുന്ദരിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെങ്കിൽ സുന്ദരിയാവേണ്ടി നമ്മൾ കല്യാണം കഴിക്കില്ല. എന്റെ മനസ്സിന്റെ സൗന്ദര്യം വേറെ ഉണ്ട്. അതുകൊണ്ട് അത് എന്നെക്കാളും സൗന്ദര്യമുള്ളതാണ് മനസ്സിന്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ് എന്റെ ഭാര്യയുടെ. ഞാൻ അവരെ പൊക്കി പറയുന്നതല്ല കേട്ടോ. അവർക്ക് അവരേതൊരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ഇല്ലാത്ത ഒരാൾ ഞാനാ. അടിപൊളി. സീരിയലൊക്കെ പൊക്കോട്ടെ, പരമാവധി ഇല്ലില്ല, ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് തന്നെയാണ്. ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീട്ടില് എല്ലാവരും കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് ആക്ച്വലി അബ്രോഡാണ്. ഞാനും അബുദാബിയാണ്. അബുദാബിയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സീരിയലിനോടുള്ള ഭയങ്കരമായ പാഷൻ കൊണ്ട് വന്ന ആളാണോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. അഭിനയം പാഷനേറ്റ് ആയിട്ട് വന്നതാണെന്നോട് ചോദിക്കുന്നത്. ഇത് ആക്ടിങ് പാഷനേറ്റ് ആയിട്ട് വന്നാണെന്ന് ചോദിച്ചാൽ അല്ല.